ഹലോ എവരി വൺ, നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആൻഡ് ഹൗ ടു അപ്ലൈ ദിസ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ടു അവർ പവർ ബി ഐ ഡാഷ്ബോർഡ്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് ഓൾറെഡി ഒരു സെയിൽസ് ഡാറ്റ അനാലിസിസ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഗ്രാഫിനകത്ത് നമുക്ക് ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂം അതുപോലെ തന്നെ ലോവസ്റ്റ് വാല്യൂം ഒരു ഡിഫറെൻറ്റ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മച്ച് മോർ അട്രാക്റ്റീവ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഡിസിഷൻസ് ഒക്കെ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കളർ കോഡിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിലൊരു ഗ്രാഫിനകത്ത് നമ്മൾ ഇതിൻ്റെ കോളംസിൻ്റെ ഈ ബാറിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ കോളം പ്രോപ്പർട്ടി. സി, ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഈ കളർ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിനകത്തും ഈ ഒരു കളർ വന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ കണ്ടീഷൻ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കളേഴ്സ് എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കാം. നമുക്ക് അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ മെഷർ ക്രിയേറ്റ് ചെയ്യുക ചെയ്യണത്. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു മെഷർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെന്ത് ചെയ്തു, ഒരു പേര് കൊടുത്തു, സെയിൽസ് മാക്സ് ആൻഡ് മിൻ എന്നുള്ള ഒരു പേര് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതിനകത്ത് നിന്ന് നമ്മൾ ഹയസ്റ്റ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് ചില കണ്ടീഷനിൽ ഇതിപ്പം ബൈ ഡിഫോൾട്ട് ഇവിടെ വന്നിട്ടുള്ള വാല്യൂസാണ്. ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ, അതായത് ഫിൽറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത വാല്യൂസിൻ്റെ മിനിമം മാക്സിമം നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിനുള്ള ആ രീതിയിലുള്ള കോഡ് നമ്മൾ ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്, വേരിയബിൾ മാക്സ് വാല്യൂ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. മാക്സ് വാല്യൂ ഈക്വൽ ടു, നമുക്ക് പവർ ബിയിൽ മാക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റ സെറ്റിനകത്തുള്ള മാക്സിമം വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സോ ഞാനത് ഇത് നെക്സ്റ്റ് ലെയറിൽ ഓൾ സെലക്റ്റഡ് എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഇത് നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റ സെറ്റിനകത്ത് നിന്ന് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത വാല്യൂസിനകത്ത് നിന്ന് നമുക്ക് ഹയസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾ സെലക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ് ടേബിളിനകത്തുള്ള മന്ത് നെയിം എന്ത് ചെയ്തു, മന്ത് നമ്പർ ഇവിടെ കൊടുത്തു, കോമട്ടിട്ട് നെക്സ്റ്റ് ലെയറിൽ നമ്മൾ എന്ത് ചെയ്തു, ഡേറ്റ് ടേബിളിനകത്തുള്ള മന്ത് കൊടുത്തു, അതായത് മന്ത് നെയിം കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, നെക്സ്റ്റ് ലൈനിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ടോട്ടൽ സെയിൽസ് എന്നുള്ള മെഷർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ സെയിൽസ് എന്നുള്ള വാല്യൂ കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഈ സെയിം സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മിനിമം വാല്യൂ കണ്ടെത്താനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ പേര് മാറ്റി, ഇവിടെ മാക്സിന് പകരം ഞാൻ എന്ത് ചെയ്തു, MIN എന്നുള്ള മിൻ എന്നുള്ള വാല്യൂ കൊടുത്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ. ഇനി നമുക്ക് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ കളേഴ്സ് അപ്ലൈ ചെയ്യാണ്. സോ സോറി, അതറിയാതെ എൻ്റർ പോയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലൈനിൽ റിട്ടേൺ എന്നുള്ള ഫംഗ്ഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടത്, അതായത് ഈഫിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടീഷൻ കൊടുക്കുകയാണ്. അതായത് ഇഫ് ടോട്ടൽ സെയിൽസ്, അതായത് നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്നുള്ള മെഷറിനകത്തുള്ള വാല്യൂ ഈക്വൽ ടു നമ്മളെ ഈ ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, അതായത് മാക്സ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു റെഡ് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, ആഷ് F9 E0 E1 ഈ ഒരു കോഡാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് കണ്ടീഷനിൽ നമ്മൾ കൊടുക്കേണ്ടത്, ഇഫ് നമ്മൾ ഈ ഒരു വാല്യൂ മിനിമം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, സോറി ഇവിടെ കോമയാണ് കൊടുക്കേണ്ടത്, സോറി, മാക്സ് വാല്യൂന് പകരം മിൻ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, മിൻ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിന് വേണ്ട രീതിയിലുള്ള അഡീഷണൽ കോളംസ്, അഡീഷണൽ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. സോ ഞാൻ ഇവിടെ കൊടുക്കുന്ന കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു ഗ്രേ കളറാണ് കൊടുക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ആഷ് അതിൻ്റെ കളർ കൊടുത്തു, C2 D0 E2 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത്. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആ ഒരു കളർ തന്നെ നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു കളർ കോഡ് കോപ്പി ചെയ്തു. ഓക്കെ, ഈ ഒരു കോഡ് തന്നെ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു, അത് ഇതിനകത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് വേണ്ട ടോട്ടൽ വാല്യൂ അത് ഈക്വൽ ടു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സോറി നമ്മളിവിടെ കണ്ടീഷൻ ഈഫ് കൊടുക്കണം കേട്ടോ, സോറി. ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈഫിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇഫ് അതിനകത്ത് കണ്ടീഷൻ, അതായത് മിനിമം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കളേഴ്സാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് ലൈനിൽ കൊടുത്തു.
നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എൻ്റർ അടിച്ച് നോക്കാം. അപ്പോൾ ആ ഒരു മെഷർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സെയിൽസ് മാക്സ് ആൻഡ് മിനിമം എന്നുള്ള വാല്യൂ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ഞാൻ ഈ ഗ്രാഫ് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോളം എന്നുള്ള പ്രോപ്പർട്ടിക്കകത്ത് ഞാൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ള ആ പ്രോപ്പർട്ടി സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് വാല്യൂ സെലക്ട് ചെയ്യാം. അവിടെ ഞാൻ എന്ത് ചെയ്തു, മിൻ മാക്സ് എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. കണ്ടോ, ഓക്കെ കൊടുത്തപ്പോൾ നമുക്ക് വരുന്നത് വാല്യൂ എന്താണ്, ഇങ്ങനെയാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളർ എന്ത് ചെയ്യാം, ഒന്നുകൂടി ചേഞ്ചസ് കൊടുക്കാം. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, റെഡ് കൊടുത്തു, ഗ്രീൻ കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു റെഡ് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ കളർ എന്ത് ചെയ്യും, ചേഞ്ച് ആവും. കണ്ടോ, അപ്പോൾ നമുക്ക് വളരെ ഈസി അറിയാൻ പറ്റും. അതായത് ഇതിനകത്തുള്ള ഹയസ്റ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അതുപോലെ തന്നെ ലോവസ്റ്റ് വാല്യൂ ഇതാണ്. സോ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ദിസ് വിൽ ഹെൽപ്പ് യു ടു ബൂസ്റ്റ് യുവർ പവർ BI ഡാഷ്ബോർഡ് ഡെവലപ്മെൻറ്റ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.